ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കേരളത്തിലാണ്, കൊച്ചിയിലാണ്. ഞാനിവിടെ നിന്ന് ഫ്ലൈറ്റ് കയറിയിട്ട് മൗറീഷ്യസിലേക്ക് പോവാണ്. ഈ മൗറീഷ്യസും ആഫ്രിക്കൻ കൺട്രിയാണ്, ഈസ്റ്റ് ആഫ്രിക്കൻ കൺട്രിയാണ്. വെസ്റ്റ് ആഫ്രിക്കയിൽ നിന്നും നേരെ നാട്ടിലെത്തി 2 ദിവസം നിന്നപ്പോഴേക്കന്നെ ഹെൽത്ത് ഓക്കെ അല്ലാണ്ട് മൈൻഡ് ഓക്കെ അല്ലാണ്ട് അപ്പം തന്നെ ഫ്ലൈറ്റ് എടുത്ത് എങ്ങോട്ടേലും പോകാൻ തോന്നി. അങ്ങനെ സത്യം പറഞ്ഞാൽ ഇന്നലെ നൈറ്റ് ഇങ്ങനെ വരുന്ന സമയത്ത് ഒറ്റ മൈൻഡിൽ ബുക്ക് ചെയ്താണ് കേട്ടോ. എങ്ങോട്ടെങ്കിലും പെട്ടെന്ന് പോകണമെന്ന് വിചാരിച്ചു. കയ്യിൽ എന്തായാലും പാസ്പോർട്ട് ഉണ്ട്, പാസ്പോർട്ടിൻ്റെ ഡേറ്റ് ചേഞ്ച് ചെയ്തിട്ട് എനിക്ക് ടൈമുണ്ട്. അപ്പോൾ എങ്ങോട്ടാണ് പോകാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് എടുത്ത് ചുമ്മാ എങ്ങോട്ടെങ്കിലും നോക്കിയപ്പോൾ അങ്ങനെ ഒറ്റ മൈൻഡിൽ ഞാൻ മൗറീഷ്യസ് കണ്ടു. മൗറീഷ്യസ് ആണെങ്കിൽ ഫ്രീ വിസയാണ്, നമ്മൾക്ക് വിസയൊന്നും അങ്ങനെ എടുക്കേണ്ട, ഓൺ അറൈവൽ വിസയാണ്. സോ അങ്ങനെ ഞാൻ ഫ്ലൈറ്റ് എടുത്തതാണ്. ഇപ്പോൾ മൗറീഷ്യസിലേക്ക് പോവാണ്. ഞാനിതാ എയർപോർട്ടിലാണ് നിൽക്കുന്നത്. എനിക്കിവിടുന്ന് കണക്റ്റിംഗ് ഫ്ലൈറ്റാണ്, ഇൻഡിഗോ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു GCC കൺട്രീസിലൊക്കെ ഇങ്ങനെ ഫുള്ള് പ്രശ്നങ്ങൾ നടക്കുന്നതുകൊണ്ട് ഫുള്ള് ക്ലോസ്ഡാണ്. ഖത്തർ എയർവേസും പിന്നെ എനിക്ക് തോന്നുന്നു എത്തിഹാദ്, എമിറേറ്റ്സ് ഇതെല്ലാം ക്ലോസ്ഡ് ആയിട്ടാണല്ലോ. ഫുള്ള് കംപ്ലീറ്റ് പ്രശ്നങ്ങളായിട്ട് എല്ലാവരും GCC മൊത്തം ഇങ്ങനെ സ്റ്റോപ്പായിട്ടാണുള്ളത്. എല്ലാ ഫ്ലൈറ്റ്സും ഓൾമോസ്റ്റ് സ്റ്റോപ്പായിട്ടാണുള്ളത്. ഞാൻ ഇൻഡിഗോ ആണ്. ഇതെനിക്ക് ബാംഗ്ലൂരാണ്, ബാംഗ്ലൂർ കണക്റ്റിംഗ് ഫ്ലൈറ്റാണ്. ബാംഗ്ലൂർ എനിക്കൊരു 5.5 hours ലേ ഓവർ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് അവിടുന്ന് മൗറീഷ്യസിലേക്ക്. യൂഷ്വലി എല്ലാവരും മൗറീഷ്യസിലേക്ക് പോവാറ് ബാംഗ്ലൂർ ടു ബാംഗ്ലൂരാണ് വരിക. അതാകുമ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഇൻഡിഗോൻ്റെ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ തിരിച്ചു വരുന്ന ഫ്ലൈറ്റ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ കണക്റ്റിംഗ് ആണെന്ന് തോന്നുന്നു, സെയിം ഇൻഡിഗോൻ്റെ തന്നെ. അപ്പോൾ ഞാൻ ബോർഡിങ് സ്റ്റാർട്ടായിട്ടുണ്ട്, പോവാണ്. എൻ്റെ ഫ്രണ്ട് ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നേരെ ഒരു 10 ദിവസം ഫുൾ മൗറീഷ്യസ് എക്സ്പ്ലോറിംഗ് ആണ്. പോയി നോക്കി നോക്കാം എന്താ അവസ്ഥ എന്നറിയില്ല. അവിടെ നല്ല ചൂടാണെന്ന് തോന്നുന്നുണ്ട്, വെതറെല്ലാം ഹോട്ടാന്ന് തോന്നുന്നുണ്ട്. എനിക്ക് ഈ ഹോട്ട് വെതർ തീരെ പറ്റുന്നില്ല. നല്ല അടിപൊളി സൺറൈസൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫൈനലി ഞാനിതാ മൗറീഷ്യസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ എത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ 8:45 ഇന്ത്യൻ ടൈമിന് എത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ 7:15 ഇവിടെ, 1.5 മണിക്കൂർ പുറകിലാണ്. ലൈക്ക് ദുബായിലൊക്കെ എന്താണോ ടൈം ആ സെയിം ടൈമാണ് ഇവിടെ. ഇന്ത്യനെ വെച്ച് നോക്കുമ്പോൾ 1.5 മണിക്കൂർ പുറകിലാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ ടൈം ഇതാണ് എയർപോർട്ട്. എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ നോക്ക് ഫുള്ളിങ്ങനെ മൗണ്ടെയിൻസ് ഒക്കെയാണ് കാണുന്നത്. നല്ല രസമുള്ള എയർപോർട്ടാണ് കേട്ടോ ഇവിടെ കാണുന്നത്. ഞാൻ ഇൻഡിഗോയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. രാവിലെ തന്നെ നല്ല വെയിലുണ്ടായിരുന്നു. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ക്ലൗഡി ആയിട്ടാണ് ഉള്ളത്. സോ നമുക്ക് ഇന്ത്യൻസിന് ഫ്രീ വിസയാണ്, ഓൺ അറൈവൽ വിസയാണ്. പിന്നെ ജസ്റ്റ് ഒരു ഫോം ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു ഓൺലൈനിൽ, ഹെൽത്തിൽ ഒരു ഇത് കാണിക്കാനായിട്ടില്ല. ആ ഒരു ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ക്യൂ നിൽക്കേണ്ട. ഫോം ഫില്ല് ചെയ്തില്ലെങ്കിലും ഇവിടെ നമുക്ക് വന്നിട്ട് ഫില്ല് ചെയ്യാവുന്നതാണ്. ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് ഉറങ്ങി, നല്ല ടയേർഡാണ്. കാരണം ഇന്നലെ 3:20 വരെയും അവിടെ ലേ ഓവറിലിരുന്നിട്ട്, കണക്ഷൻ ഫ്ലൈറ്റിലിരുന്നിട്ട് ഭയങ്കര ടയേർഡ്. ഉറക്കാതിട്ടല്ലോ, നല്ല ഉറക്കം വരുന്നുണ്ട്. ഉറങ്ങി മതിയായിട്ടില്ല, ജസ്റ്റ് ഉറങ്ങാൻ പറ്റിയിട്ടുള്ളൂ. ഞാൻ എൻ്റെ വാച്ചിൽ ഉറക്കം ടൈം നോക്കിയപ്പോൾ 1 hour നാപ്പ് എന്നാണ് കണ്ടത്. അപ്പോൾ അത്രയും നേരം ഞാൻ ഉറങ്ങിയിട്ടുള്ളൂ. ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു, എന്താണെന്നറിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ്. സാധാരണ ഫ്ലൈറ്റ് കയറി അത്യാവശ്യം ഉറങ്ങാൻ പറ്റുന്നതാണ്, പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് അങ്ങനെ അധികം ഉറങ്ങാൻ പറ്റിയിട്ടില്ല കേട്ടോ. സോ ഞാനിപ്പോൾ ഇവിടെ ഒരു മലയാളി എന്നെ പിക്ക് ചെയ്യാൻ വരും. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു ലോക്കൽ ആളുണ്ട്, ആളുടെ വീട്ടിലാണ് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്ക് ടൈം എടുക്കും തോന്നുന്നുണ്ട്. ബാഗൊക്കെ എന്തായാലും കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ ഒരു മലയാളി എന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ട്, ഹായ് നമസ്കാരം, എന്തുണ്ട് വിശേഷം? സുഖം. ഓക്കെ, പേര് ദീപക് അല്ലേ? നാട്ടില് എറണാകുളത്ത് പെരുമ്പാവൂർ. ഓക്കെ, ഇവിടെ എത്ര ആളായി? ഇവിടെ 1 വർഷം ആവുന്നുള്ളൂ. ഓക്കെ, ഇവിടെ എന്താ ചെയ്യുന്നത്? വർക്ക് എന്താ ചെയ്യുന്നത്? ഒരു ഫ്ലോർ ഇൻചാർജ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, ഞാനിവിടെ വന്നിറങ്ങിയപ്പോ തന്നെ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്താ അറിയോ, ഭയങ്കര ഗ്രീനറി ഉണ്ട് എല്ലാവിടെയും. ഇപ്പൊ ചൂടാന്ന് പറഞ്ഞാലും ഫുൾ എല്ലാ സ്ഥലത്തും ഗ്രീനറി ഉണ്ട്. ഈവൻ ഒരു ലാൻഡ്സ്കേപ്പ് ഭയങ്കര ഡിഫറെന്റ്, ക്ലൗഡ്സ് ആണെങ്കിലും മൊത്തത്തിൽ എന്തോ ഒരു ഡിഫറെന്റ് ലുക്ക് ഇവിടെ മൊത്തത്തിൽ. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ. അതെ, കാണാൻ ഭയങ്കര രസമുണ്ട്. ലൈക്ക് ഇവിടെ ഒന്നും കാണാനില്ലെങ്കിൽ പോലും അവിടെ കാണാൻ ഭയങ്കര രസമുണ്ട്. അതാ ഞാൻ ആക്ച്വലി ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോ തന്നെ കണ്ടത് ഫുൾ മൗണ്ടെയിൻസിന്റെ ഒരു ഇതാണ്. അതെ, അത് നല്ല രസമുണ്ടായിരുന്നു. അത് പിന്നെ വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല. ഈ കാണുന്ന കരിമ്പല്ലേ? ഇവര് ഈ ഷുഗർ കെയിൻ ഇവരെ ജ്യൂസ് കുടിക്കുമോ? മിക്ക രാജ്യത്തും അവർ കുടിക്കില്ല. ഓക്കെ, ഷുഗർ അവര് എക്സ്പോർട്ട് ചെയ്യുന്ന അങ്ങനെ. ഓക്കെ, അവിടെ ഫുള്ള് ഷുഗർ കെയിൻ ആണ് കേട്ടോ.
വെസ്റ്റ് ആഫ്രിക്ക കഴിഞ്ഞിട്ട് ഞാൻ ഈസ്റ്റ് ആഫ്രിക്കയിലാണ് എത്തിയിട്ടുള്ളത്. ഈസ്റ്റ് ആഫ്രിക്കയിൽ ഓൾമോസ്റ്റ് കുറേ കൺട്രീസ് ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പക്ഷെ ഇത് എന്താ പറയാ, ഒരു ആഫ്രിക്കൻ്റെ ലുക്ക് അല്ല, വേറെ തന്നെ ഒരു ലുക്കാണല്ലേ ഈ ഒരു കൺട്രി. അത് മാത്രല്ല എനിക്ക് തോന്നുന്നു ചുറ്റും ഇതൊരു ഐലൻഡ് അല്ലേ, ചുറ്റും കടലല്ലേ, ഒരു ചെറിയൊരു കൺട്രിയാണ്. എനിക്ക് തോന്നുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും മാക്സിമം പോയാൽ ഒരു 100 കിലോമീറ്റർ ഉണ്ടാവും. ആ മാക്സിമം അത്രേ ഉണ്ടാവുള്ളൂ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി കഴിഞ്ഞാൽ. ഇവിടെ ഉണ്ട് മൊത്തം കുറേ മരങ്ങളൊക്കെ ആയിട്ട് ഫുൾ ഗ്രീനറിയാണ്. ഈ മൗറീഷ്യസിൽ എല്ലാവരും സംസാരിക്കുന്ന ഭാഷ എന്ന് പറഞ്ഞാൽ ഒന്ന് ഫ്രഞ്ച് ആണ്, പിന്നൊന്ന് ഇംഗ്ലീഷ് ആണ്, പിന്നൊന്ന് മൗറീഷ്യൻ ക്രിയോള്, റൈറ്റ്? ആ ക്രിയോളാണ്. ഞാൻ ഓൾറെഡി ഉണ്ടായിരുന്ന രാജ്യത്ത് വെസ്റ്റ് ആഫ്രിക്കയിൽ ഞാൻ അവിടെ നിന്നാണ് ഇപ്പൊ വരുന്നത്. അവിടെ ഓൾറെഡി ക്രിയോളായിരുന്നു, അവിടെ ഓൾറെഡി ഫ്രഞ്ച് ആയിരുന്നു, അവിടെ ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു, സെയിം ആയിരുന്നു കേട്ടോ. അപ്പൊ ഓൾറെഡി ആകെ ബോഞ്ചോർ മേഴ്സി അത് അവിടെ വിട്ടപ്പോ ഇവിടെ അത് തന്നെയാണ്. എനിക്കും അറിയൊന്നുമില്ല, ആകെ 2-3 വാക്ക് അറിയുള്ളൂ. അപ്പൊ ഇവിടെ എന്താ പറയാ, ആക്ച്വലി ഫുള്ള് ആൾക്കാരെ കാണുന്ന സമയത്ത് ഇന്ത്യൻസും അല്ല ആഫ്രിക്കൻസും അല്ല, ഇവരുടെ സ്കിൻ ടോൺ ഡിഫറെന്റ്, ഹെയർ ഡിഫറെന്റ്, എല്ലാം ഡിഫറെന്റ്. ആക്ച്വലി അപ്പൊ ഇവിടെ ഉള്ള ആൾക്കാർ ഇവിടുത്തെ ലോക്കൽ ആൾക്കാരാണോ? ഇൻഡോ മൗറീഷ്യൻസ് ആണ് കൂടുതൽ. ഇവിടെ 64% ഇൻഡോ മൗറീഷ്യൻസ് ആണ്. ഇന്ത്യയിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് കുടിയേറി പാർത്തവരാണ്. ഒരു 64%. നമുക്ക് ഗൂഗിൾ ചെയ്താൽ തന്നെ അറിയാൻ പറ്റും. 64% ഇവിടെ ഇൻഡോ മൗറീഷ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ. ഇൻഡോ മൗറീഷ്യസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടത്? വേറെ ബോട്ട്സ് ഒന്നും എനിക്കറിയില്ല. എന്നാലും എന്താ പറയാ, പണ്ട് കാലങ്ങളിൽ ഇങ്ങോട്ടേക്ക് ഈ എന്താ സ്വാതന്ത്ര്യ സമരത്തിന്റെ ടൈമിലോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇങ്ങോട്ടേക്ക് എത്തിപ്പെട്ടവരൊക്കെ ആയിരിക്കാം. അങ്ങനെ കഥകളിൽ കേട്ടിട്ടുള്ള അറിവുകൾ. ഓൾറെഡി ഈ കെനിയ, ടാൻസാനിയ പോലുള്ള രാജ്യങ്ങളില് അത് ഈസ്റ്റ് ആഫ്രിക്ക തന്നെയാ. അത് പണ്ട് അവിടുത്തെ റെയിൽവേ പണിക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ അടിമകളാക്കിയിട്ട് കുറെ ആൾക്കാർ കൊണ്ടുവന്ന ഇതുണ്ട്. അവർക്കൊക്കെ UK പാസ്പോർട്ട് എപ്പോഴും ഉള്ളത്. അവർ ചിലപ്പോൾ ഇന്ത്യയിലേക്ക് ഇതുവരെ പോയിട്ടുണ്ടാവില്ല, കാരണം ഓൾറെഡി 4 ജനറേഷൻ ആയിട്ട്. ഇവിടെയുള്ള മൗറീഷ്യൻസിനോട് ചോദിച്ചാൽ പറയും ഞങ്ങളുടെ വേറെ ബോട്ട്സ് അവരുടെ മുത്തശ്ശന്മാരൊക്കെ ഇന്ത്യൻസ് ആയിരിക്കും, ബീഹാറി, ഗുജറാത്തി, തമിഴ് ഒരുപാട് ആളുകൾ അങ്ങനെയുണ്ട്. മിക്സഡ് ആണ്. അത് തീരെ കുറവാണ്. ഞങ്ങൾ അങ്ങനെ ഒരുപാട് കണ്ടിട്ടില്ല, തീരെ കുറവാണ്. കൂടുതലും ഇന്ത്യൻസ് ഈ പറഞ്ഞ പോലെ ബീഹാറീസ് ആണ് കൂടുതലും നമ്മൾ കണ്ടേക്കണം. പിന്നെ ഇവിടെ നമുക്ക് ഗാന്ധിജിയുടെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട്, മറ്റേ ദണ്ഡിയാത്രയുടെ ഒക്കെ ഒരു പോലെ സ്വാതന്ത്ര്യ സമയത്തിന്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊരു അതിന് വേണ്ടിയിട്ട് മെട്രോ സ്റ്റേഷനൊക്കെ ഉണ്ട്, മഹാത്മാഗാന്ധി സ്റ്റേഷൻ എന്നൊക്കെ. ആക്ച്വലി ഭയങ്കര വെൽ ഡെവലപ്ഡ് ആയിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ. നോക്ക്, ഈവൻ പ്രോപ്പർ റോഡ്സ് ആണെങ്കിലും ഒരു പ്ലാസ്റ്റിക്കോ ഇതൊന്നുമില്ല, ഭയങ്കര ക്ലീൻ ആയിട്ടിരിക്കുന്നല്ലേ. വന്നിറങ്ങിയപ്പോൾ തന്നെ ഞാൻ നോട്ടീസ് ചെയ്തതാണ്. കംപ്ലീറ്റ് എന്താ പറയാ, ഡസ്റ്റ്ബിൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുൾ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കോ ഇതൊന്നുമില്ല, നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഫുൾ ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ആ മലയാളി തന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെ ഇതാണ് വീട്. ഈ ഒരു ഏരിയ നോക്ക്, ഈ ഒരു ഏരിയ തന്നെ നല്ല രസമാണ് കേട്ടോ കാണാൻ. നമ്മളെ കേരളം ഒന്നുകൂടെ ഡെവലപ്പായ പോലെയാണ്. നല്ല സ്കൈയും നല്ല വെളിച്ചമൊക്കെ ആയിട്ട്. നമുക്ക് ഈ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. എൻ്റെ ഫ്രണ്ട് ആള് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, ജോലിക്ക് പോയിരിക്കുകയാണ്. വൈകിട്ടാവുമ്പോഴേ വരുള്ളൂ. അപ്പോൾ അതുവരെ ഞാനിവിടെ ഒറ്റയ്ക്ക് തന്നെയാണ്. പക്ഷെ എൻ്റെ വേറെ ഫ്രണ്ട്സ് വരുന്നുണ്ട്. അപ്പോൾ ആ ഫ്രണ്ട്സ് വന്നിട്ട് ഞാൻ അവരുടെ കൂടെ പുറത്തേക്ക് പോവുകയാണ്. അവരിപ്പോൾ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വരും. ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രഷൊക്കെ ആവണം, ഫ്രഷായിട്ട് പുറത്തേക്ക് പോകണം. ശരിക്കും പറഞ്ഞാൽ നല്ല ഉറക്കം വരുന്നുണ്ട്. ഇപ്പോൾ കിടന്ന് ഇപ്പോൾ ഉറങ്ങിപ്പോവും. ഞാൻ എൻ്റെ വാച്ചിൽ നോക്കിയപ്പോൾ 1 hour ഞാൻ സ്ലീപ്പ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോഴും ചുമയൊന്നും മാറിയിട്ടില്ല. പക്ഷേ ഞാനിപ്പോൾ കിടന്നാൽ എനിക്ക് പിന്നെ ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രി ഉറക്കം ഉണ്ടാവില്ല കേട്ടോ. ഇതാണ് എൻ്റെ റൂം. ഇതുപോലത്തെ ഇവിടെ 3 റൂമുണ്ട് കേട്ടോ. സോ എൻ്റെ റൂം ഇതാണ്. അവനിവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അവൻ എയർബിഎൻബിക്കൊക്കെ കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞു. ഇത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ കൗച്ച് സർഫിംഗ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. സോ ഇതേ വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് പുറത്തേക്ക് ഇറങ്ങണം, ഇവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. എന്നിട്ട് രാത്രി വന്നിട്ട് പെട്ടെന്ന് കിടന്നുറങ്ങണം. അല്ലെങ്കിൽ ഞാൻ ടയർഡ്. എൻ്റെ കണ്ണുണ്ടല്ലോ, കണ്ണ് ഭയങ്കര വേദന. ഇവിടെയാണെങ്കിൽ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ഹോട്ടാണ്, അത്രക്കും ചൂടാണ് കേട്ടോ ഇവിടെ. ഞാനിവിടെ എത്തിയിട്ട് ഫ്രഷായി കുളിച്ച് ഫ്രഷായിട്ടുണ്ട്. കുളിച്ച് ഫ്രഷായപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ അവരെ പരിചയപ്പെടുത്തരാം കേട്ടോ. ഹലോ, ഇവിടെ നോക്ക്, ഇത് എവിടുന്നോ പറിച്ചിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള പൊമിഗ്രാനറ്റ് ആണ് കേട്ടോ. എന്നിട്ട് പറയാ പാഷൻ ഫ്രൂട്ട് ആണ് എന്ന്. This is not passion fruit. It's sweet. Why the color is like this? Usually it's red. It's a banana. They're always yellow here. Same with the passion fruit. They go yellow.
I was wondering the same thing as well. Why is it yellow? Yeah. I just took a risk and ate it, but it's nice. Maybe it's a wild one. Yeah. as well. Yeah. It's good. From It's where good. did you take? ഓക്കെ ഇറ്റ്സ് ഹിയർ ഓക്കെ ഇവിടെ നടുറോട്ടിൽ പൊട്ടിച്ചിട്ടുണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. എൻ്റെ ഫ്രണ്ട് അഫീദ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവള് മുന്നേ വന്നപ്പോൾ കണക്ട് ആയതായിരുന്നു. അവരെനിക്ക് കോണ്ടാക്ട് തന്നിട്ട് അങ്ങനെ കണക്ട് ആയതാണ്. സോ where we are going now? We're going to a waterfall Okay, in let's go. Aben. Okay, let's go. That's pretty much it. Yeah, എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. സോ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ട് ഇപ്പോൾ പോവാണ് കേട്ടോ. അങ്ങോട്ട് വൈൽഡായിട്ടുള്ള ഇതെല്ലാം കഴിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നത്. ഞാൻ ആക്ച്വലി നല്ല ടയർഡാണ്, പക്ഷെ എന്നാലും കൂടുതൽ ടയർഡായിട്ട് ഇന്ന് രാത്രി കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണല്ലേ. We're vlogging right now. ഇവിടെ ഒരു മലയാളി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആളാണ് എനിക്ക് എന്താ പറയാ ഒരാളെ വിട്ടതൊക്കെ എയർപോർട്ടിലേക്കൊക്കെ. താങ്ക് യു സോ മച്ച്. പേര് പ്രജിത്ത്. ഓക്കെ, ഇവിടെ എന്താ ചെയ്യുന്നത്? ഞാൻ ഇവിടെ വർക്ക് ഡ്രൈവറായിട്ട് വർക്ക് ഇവിടെ വർക്ക് ചെയ്യാണ് കേട്ടോ. എങ്ങനെ പോകുന്നു ഇവിടുത്തെ ലൈഫ് എല്ലാം? ഉഷാറാണ്, കുഴപ്പമില്ല. മൗറീഷ്യസ് അടിപൊളിയല്ലേ, ചില്ലാണ്. ഓക്കെ ഇവിടെ ഫുഡ് കോർട്ടിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. നമ്മൾ സെയിം ഫുഡാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ദിസ് ഈസ് ലൈക്ക് എ ചിക്കൻ നൂഡിൽസ് റൈറ്റ്, സ്പെഗറ്റി അങ്ങനെ എന്ത് വേണേൽ പറയാം. അതാണ് പറഞ്ഞിട്ടുള്ളത്. ചിക്കനും പിന്നെ ജസ്റ്റ് നൂഡിൽസും അതാണ് പറ്റില്ല. ഇതിനെ കുറേ കഴിക്കാൻ വേണ്ടി ഓയില് ചമ്മന്തി അതൊക്കെ ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. നമ്മളിതാ ഡ്രസ്സെല്ലാം മാറിയിട്ട് നമ്മളിപ്പോൾ ഒരു വാട്ടർഫോളിലേക്ക് പോവാണ് കേട്ടോ. I don't know swimming and I have aquaphobia. You'll be okay. It's shallow. Don't Okay. worry, you won't drown. Okay. We're here to save you if you do. Okay, cool. Then it's okay. മുങ്ങി പോവില്ല, അത് അത്രയും വെള്ളമൊന്നുമില്ല, കുറച്ച് വെള്ളം ഉള്ളൂ എന്നാണ് കേട്ടോ പറയുന്നത്. അവർ രണ്ടുപേരും ഒരു ചെറിയ കുട്ടിനിക്കർ ഇട്ടേക്കണം. ഞാനൊരു കുട്ടിനിക്കറും ഒരു ടീഷർട്ടും ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ പോകുന്നത്. നല്ല വെയിലുണ്ട്, നല്ല ചൂടുണ്ട്. അതിനിടയിൽ കണ്ണ് നല്ലപോലെ വേദനടിച്ച് ഉറക്കം വരുന്നുണ്ട്, തലയും വേദന എടുക്കുന്നുണ്ട്. I'm saying I'm super tired, I'm super sleepy. And we changed the dress and we are okay. Oh my God. That's what I'm saying. Yeah. You're gonna jump. And I have headache. You jump. Jump? You're gonna jump. Me? No. I want to jump, but I'm scared. Yeah. We've got the best instructor here. Don't worry. He's the best. Okay. Yeah, let's see. In Australia, you have lots of ocean. Yeah. Just Can full swim. of oceans. Can swim very Yeah. നോക്കി നോക്കാം എന്താവുന്നുള്ളത് എനിക്കറിയൂല. അയ്യോ, ഞാൻ ഭയങ്കര ടയർഡായിട്ടുള്ളത്. എന്തായാലും പോയി നോക്കാം. ഓൾറെഡി ഞാൻ ഇപ്പോൾ കുളിച്ചിട്ട് ഇറങ്ങിയത്. കുളി കഴിഞ്ഞിട്ട് ഇറങ്ങി. ഇനി അവിടെ എത്തിയിട്ട് എന്താവുമെന്ന് അറിയില്ല. എല്ലാവരും വേറെ ആൾക്കാരൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് കൺട്രിയിൽ ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെ കാണുന്നവരൊക്കെ ഇവിടുത്തെ ആൾക്കാരായിരിക്കില്ല, എന്നെപ്പോലെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് വന്നിട്ടുള്ളവരായിരിക്കും. ഇവർ പിന്നെ ഇവിടെ തന്നെയുള്ളതാണ്. ലൈക്ക് വേറെ കൺട്രിയിൽ നിന്ന് വന്നിട്ട് ഇവിടെ സെറ്റായിട്ടുള്ളവരാ. ഇവർ കാണുന്നതൊക്കെ ഷുഗർ കെയിൻ. ദിസ് ഇസ് ഷുഗർ കെയിൻ റൈറ്റ്? ഞാൻ ഒന്നും ആയിട്ടില്ല കേട്ടോ. ഷുഗർ കെയിൻ ആണ് ഇവിടെ കംപ്ലീറ്റ് കാണുന്നത്. ഇവിടെ കൃഷി മെയിനായിട്ട് കാണുന്നത്. പിന്നെ വേറെയും കുറേ കൃഷിയൊക്കെ കാണാൻ പറ്റും കേട്ടോ ഇവിടെ. നല്ല രസമാണ്. ഇതാണ് വാട്ടർഫോളിൻ്റെ പേര്, മിനിസി. കണ്ട, ഇതുവഴി കൂടെ നമ്മളിങ്ങനെ പോകണം. നമ്മളെ നാട്ടിലൊക്കെ വാട്ടർഫോൾ പോലെ അതുപോലെ തന്നെ ഇവിടെ. ഞാനിപ്പോൾ എനിക്ക് ഓർക്കുന്ന ലാസ്റ്റ് ഞാൻ മസാജിന് ചെയ്യാൻ വേണ്ടി പോയിട്ടുള്ള ആ സ്ഥലത്തേക്ക് ഇതുപോലത്തെ ഒരു വഴി കൂടെയാണ് പോയത്. അതേപോലെ തന്നെയാണ് ഇവിടെയുള്ളത്. എവിടെ പോയാലും കേരളം പോലെ തന്നെയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഞാൻ കാണുന്നത്. ഇതും ആഫ്രിക്കയാണ്, ഈസ്റ്റ് ആഫ്രിക്കയാണ്. നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ഇനി മോളിൽ നിന്ന് താഴേക്ക് ചാടാന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ എനിക്ക് ഓക്കെ, ദിസ് ഇസ് ഗുഡ് ഫോർ മീ. അവൻ അവിടെ നിന്ന് ചാടാൻ പോവാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ നിന്ന്. എൻ്റെ പ്രാന്തനാട്ടോ, പറയാൻ പറ്റില്ല. എൻ്റെ അമ്മോ, എനിക്ക് നോക്കാൻ പോലും പറ്റില്ല. എൻ്റെ മോന് നോ സീന്. എൻ്റെ അമ്മ, എനിക്കത് കണ്ടിട്ട് തന്നെ കിളി പോന്നു. എൻ്റെ അമ്മോ, സീരിയസ്ലി ഒന്നും പറയാല്ല, എനിക്കൊന്നും പറയാല്ല. സ്റ്റക്കാണ്, എനിക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ല കേട്ടോ. എൻ്റെ കിളി പോയിട്ടിരിക്കുകയാണ്, കൂടാതെ അവൻ്റെ കിളിയും പോയിട്ടുണ്ട്. എത്ര ഹൈറ്റ് എന്ന് പറയാം. എനിക്കിവിടെ അറ്റത്ത് പോയി നിൽക്കാൻ തന്നെ എനിക്ക് പേടിയാണ്. എൻ്റെ അമ്മോ, ഇത്രയും വലിയൊരു വാട്ടർഫോളാണ്. താഴേക്ക് നമുക്ക് നടന്നു പോകാൻ പറ്റും. അങ്ങനെ നടന്നു പോകുമ്പോൾ കാണാൻ പറ്റുമേ ഇത് എത്ര ഹൈറ്റിലാണുള്ളതെന്ന്. എന്നിട്ട് അവൻ ഇവിടുന്ന് ചാടിയതെന്ന് പറയുമ്പോഴല്ല അവനെ സമ്മതിച്ച്. അയ്യോ, ഇവനും പറഞ്ഞു ഇവരെ കൊണ്ട് പറ്റൂലെന്ന്. എനിക്കത് നോക്കാൻ തന്നെ പറ്റില്ല. എനിക്ക് അറ്റത്ത് വന്ന് നിൽക്കാൻ തന്നെ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ എൻ്റെ കയ്യും കാലൊക്കെ വേദന എടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ പോയിട്ട് റിലാക്സ് ചെയ്തിരിക്കുക. അവിടെ ആഴുമില്ല, ഇവിടെ കാണുമ്പോൾ അറിയാം ഇവിടെ ആഴുണ്ട്. അവിടെ പോയി റിലാക്സ് ചെയ്തിരിക്കാൻ മാത്രമേ എന്നെക്കൊണ്ട് പറ്റുള്ളൂ. ആഗ്രഹമുണ്ട് ഇതുപോലൊക്കെ ചാടണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം, പക്ഷേ അത് നടക്കൂല എന്നുള്ളത്. ലെറ്റ്സ് ഗോ ദ അതർ വേ.
Yeah. So, സീന് എന്താ പറയാ this place is giving me claustrophobia. Claustrophobia? Yeah. But it's not close, right? Claustrophobia is like a something narrow, right? I don't even know what it is, but it's just making me It's scared. agoraphobia. Acrophobia. Yeah. Agoraphobia, same which. I'm getting acrophobia from standing here, so oh my god. Even same for me. Even for you as Yeah. well, huh? Okay. For me, I have two phobia: agoraphobia and aquaphobia. Oh. Scared of height and scared of water. I have both. Oh my goodness. So much. Let's take it down. Let's take it down. Yeah. Let's go. Okay. This I time- wanna take. Yeah. Yeah, I'll take. Oh, take the beer. Okay. Maybe the slipper is okay here. Yeah. Right? Yeah. Okay. And then No? key. Oh, it's here. Give me. ഇതെല്ലാം എടുത്തിട്ട് താഴേക്ക് പോകുന്നു. സിഗരറ്റ്? Yeah. I'll hold it. ഓ വെറൈറ്റി ആയിട്ടുള്ള സിഗരറ്റ് ഒക്കെ ആണല്ലോ. ഓ യു കേം ബാക്ക്. ഓക്കേ. അവൻ മോൾ ഏത് വഴി ഇപ്പോൾ വന്നേ മനസ്സിലാവുള്ള. അവൻ ദാ ചാടിയിട്ട് തിരിച്ചു വരുന്നേ. എൻ്റെ അമ്മ. How was the experience? You don't feel scared? I belly flopped so hard. Yeah. ഹൈറ്റിന് ചാടുമ്പോൾ വയറടിച്ച് ചാടി എന്നാ പറയുന്ന കേട്ടാ. ഇവിടുത്തെ സിഗരറ്റ് നോക്ക്. ഫോട്ടോ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോട്ടോയിലായിട്ട്. എൻ്റെ അമ്മ എങ്ങനെ ചാടി ഇവൻ. ഓ സമ്മതിക്കണം താഴേക്ക് ഇതുവഴിയല്ല ഇറങ്ങിയിട്ട് വരുന്നത്. എൻ്റെ അമ്മ. ഈ രാജ്യം നമുക്കില്ലേ പെട്ടെന്ന് തന്നെ കണ്ടു തീർക്കാം. ചെറിയ രാജ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് പക്ഷെ അടിപൊളിയാണ്. കുറേ സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട്. കുറേ ഉണ്ട് കാണാൻ. ദേ വാട്ടർഫാളിൻ്റെ താഴെ എത്തി. അപ്പോൾ സേഫായി. എനിക്കൊന്ന് മാത്രം അങ്ങനെ ചാടിയിട്ടുള്ളൂ കേട്ടോ അതിൻ്റെ അത്രയും ടോപ്പിൽ നിന്ന്. ഓ സമ്മതിക്കണം ഞാനിവിടെ നടന്നു പോകാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഞാൻ ഇമ്പ്രസ്ഡ് ആയിപ്പോയി. ഫസ്റ്റ് ഇമ്പ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇമ്പ്രഷൻ എന്നല്ലേ. വല്ലാത്ത ബെസ്റ്റ് ഇമ്പ്രഷൻ ആയിട്ടുണ്ട്. വല്ലാത്ത ഇമ്പ്രഷൻ. ഞാനിത് ഇതുവഴി അങ്ങോട്ട് പോവാണ് കേട്ടോ. കാലിങ്ങനെ വഴുക്കുന്നുണ്ട്. നല്ല തണുത്ത വെള്ളം അടിപൊളി. ഓ എൻ്റെ അമ്മോ അത്ര ഹൈറ്റ് നാട്ടോ അവൻ ചാടിയത്. ആ വാട്ടർഫാൾ നോക്കി എന്ത് ഹൈറ്റാന്ന്. അവനെ സമ്മതിച്ചു. അവൻ എന്താ മരം കയറാൻ എവിടെ പോയേക്കുന്നത്. അവിടെ വള്ളിയൊക്കെ ഉണ്ട്. ആ വള്ളിയിലെല്ലാം തൂങ്ങുന്നു. എൻ്റെ അമ്മോ ആ കാലൊക്കെ വേദന എടുക്കുന്നു. ബെയർ ഫുട്ടിൽ നടന്നിട്ട്. ദിസ് ഈസ് ഗുഡ് സീരിയസ്ലി. കണ്ടാ ഇതാണ് ഇവിടുത്തെ വാട്ടർഫാൾ. എൻ്റെ അമ്മോ നല്ല ഗ്രീൻ കളർ കേട്ടാ. ദേ വരുന്നു ടാർസൻ. അയ്യോ അടിപൊളി. അവൻ വീണ്ടും മുകളിലേക്ക് പോയിരിക്കാന്ന് തോന്നുന്നു ചാടാൻ വേണ്ടിയിട്ട്. എവിടെതാ ഇവന് ഇറങ്ങാണ്. ഞാൻ ഇറങ്ങാൻ വേണ്ടി പോണേ. വെള്ളത്തിലേക്ക് ഇറങ്ങി എനിക്ക് പേടിയായിട്ട് ഞാൻ സ്വിം ചെയ്യാണ്ട് നിൽക്കുകയാണ് കേട്ടോ. ആകെ മുഖം മാത്രം അറിയാം, വേറെ ഒന്നും അറിയില്ല. How was your dunk test? I'm scared. I want to swim like you, but I can't. Anything is there to see underwater? It's very mucky, like it's very dark. Muddy. Yeah, muddy. Muddy. Okay. I don't know what's there. എന്തൊക്കെ അടിയില്. അടിയിൽ കണ്ണുറക്കാൻ തന്നെ എനിക്ക് പേടിയാട്ടാ. പക്ഷെ അടിപൊളി, നല്ല തണുപ്പ്, ഭയങ്കര റിലാക്സിങ്. ഇത്രയും ഉണ്ട് വെള്ളം. അവിടെ എല്ലാം ഭയങ്കര ആഴ. ഇവൻ എന്തും ചെയ്യും, ഒരു പ്രശ്നവുമില്ല. What he is going to do? I have no idea. You see? അടിപൊളി. ദാ അടുത്ത ആള് കേറുന്നു. ഫോണോക്ക്. കൊള്ളാം. അനക്ക് പറ്റൂല, ഞാൻ ചെയ്യുന്നില്ല. എനിക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീന്തി പോകാൻ കൊതിയായിട്ട് എന്റെ വെള്ളം പേടിയാ. ലൈഫ് ജാക്കറ്റ് ഉണ്ടായിരുന്നു, ഞാൻ അവിടെ വരെ പോയെന്നേട്ടാ.
അവിടെ മൊത്തം ഞാൻ പോയേനെ. ഞാൻ അവിടെ വരെ നീന്താൻ വേണ്ടി പോവാണ്. ഒരു ഇച്ചിരി ഒരു how many meters? 10 meters? 10 meters, yeah. 10 meter only. No, it's not 10. Don't say it's 10,000. Maybe it's 10,000. നീന്താൻ വേണ്ടി പോകുന്നിട്ടാ. അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് നീന്തിട്ട് വരും. I'll go there and I'll come back here. Cool. Stay there. Okay, ഞാൻ ready ആയി പോവാണ്. Right. Now she's a professional swimmer. No, people know I'm always like this. ഞാൻ എപ്പോഴും എത്തട്ടിയാ. എനിക്ക് ഭയങ്കര പേടിയാ. എന്താന്നറിയില്ല. മുഖം മാത്രം പേടിയില്ല. ഞാൻ അണ്ടർ വാട്ടർ ഒന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ കയറി പോവാൻ വേണ്ടി നിൽക്കാം കേട്ടോ. Let's go. Okay. It's okay, but I'm scared. അപ്പുറത്തെ സൈഡിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കാൻ കേട്ടാ. അവിടെ ഡീപ്പാന്ന് തോന്നുന്നുണ്ട്. അവരവിടെ ഒരു ഇതുണ്ട്, അതിലെല്ലാം കയറി പിടിക്കുന്നു. ഇവിടെ ഫുള്ളും അഴുക്കലാണ് കേട്ടാ, ഭയങ്കര സ്ലിപ്പറിയാ. ഇവിടെ ആഴം കൂടുതലാന്ന് തോന്നുന്നുണ്ട് കേട്ടാ. കണ്ടിട്ട് ഒരാളെ എവിടെ കയറി നിൽക്കുന്നത് നോക്ക്. അതിന്റെ മുകളിൽ, ആ മരത്തിന്റെ മുകളിലാണ് കയറി നിൽക്കുന്നത് കേട്ടാ. കണ്ടാ, എന്റെ അതിന്ന് ചാടാനാന്ന് തോന്നുന്നുണ്ട്. ഇതേ ഒറ്റ വലിഞ്ഞ് കയറിക്കൊണ്ടിരിക്കുന്നു. എനിക്കും അവരുടെ കൂടെ പോണം തോന്നുന്നുണ്ട്. എന്ത് ചെയ്യാനാ, എനിക്ക് ഭയങ്കര പേടിയാ. എങ്ങോട്ടാ, ചാടാനാണോ? എന്താ പരിപാടി? ആ കോലെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ സർക്കസ് ചെയ്യുന്നതായിരിക്കും എല്ലാരും. എനിക്ക് ഇതുപോലൊക്കെ ചാടാൻ ഭയങ്കര ആഗ്രഹ, പക്ഷെ പേടിയാ. ആ ആഫ്രിക്കക്കാരൻ ചെക്കിന് കുറച്ചെങ്കിലും പേടിയുണ്ട് കേട്ടാ. അവനൊന്ന് സൂക്ഷിച്ചും കണ്ടൊക്കെ പോകുന്നത്. മറ്റവന് തീരെ ഇതില്ല. ഞെരങ്ങിയൊക്കെ പോകുന്നുണ്ട്. വീഴും. എന്താ അതിൽ വലിഞ്ഞ് കയറുന്നുണ്ട്. മറ്റേ സിമ്പിളായിട്ടാ കയറുന്നത്. അവൻ ഈ കാട്ടിലും വീട്ടിൽ തന്നെ നടന്നിട്ട് അവൻ ഓക്കെ ആയി. ഇതേ പോയി, താഴെ പോയി. എനിക്കാണ് പേടി, അവര് താഴെ വീഴോ ഇല്ലേന്നുള്ളത് കേട്ടാ. എന്റെ കൂടെ വന്നിട്ട് തിരിച്ചു പോകുമ്പോ അയ്യോ എണീക്കാൻ പറ്റുള്ളേ. അതാ പോയി. അവൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇവിടെയൊക്കെ കുറെ ആൾക്കാരുണ്ട് കേട്ടാ. ഇവിടെയൊക്കെ അവര് വന്ന ആൾക്കാരാണ് ഇതുപോലെ വെള്ളത്തിൽ ചാടാനായിട്ട്. ചാടിയോ? ചാട്, വേഗം ചാട്. ഞാൻ വെയിറ്റ് ചെയ്യാണ് നിങ്ങൾ ചാടുന്നത്. എനിക്കോ ചാടാൻ പറ്റുന്നില്ല. അപ്പൊ അവര് ചാടുന്നെങ്കിലും കാണട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. റെഡി? റെഡി? 1 2 എവിടെ? റെഡി? ചാടങ്ങോട്ട്. 3 2 1 ഗോ. പൊളി. ദേ മോള്. ഇനി അവന്റെ ചാട്ടം. അത് പോയി പിടിക്കുന്ന എങ്ങനെയാ? അവിടേക്ക് പോയിട്ടുള്ളു. ചേടാ, അത് അങ്ങോട്ട് വരണ്ടേ, എന്നാലല്ലേ അവന് കിട്ടുള്ളൂ. അവനതാ പിടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പുറത്തേക്ക്. എന്നാലും അങ്ങോട്ട് എത്തൂലല്ലോ. അപ്പുറത്തെ സൈഡിലേക്ക് പോകണം. അവിടെ ഡീപ്പാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോവാത്തത്. അവിടെ ഡീപ്പ് അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയേനെ. എനിക്കിവിടെ മൊത്തം നീന്തി കളിക്കാൻ തോന്നുന്നുണ്ട്. നോക്കി ദേ പോണ്. തിരിച്ചു കയറിയപ്പോണ്ട് ഒരു പുതിയ ആൾക്കാർ വന്നപ്പോ അവർക്ക് ചാടാൻ പറഞ്ഞു കൊടുത്തിട്ട് അവന് കമ്പനി കൊടുക്കാൻ വേണ്ടി പോവാ. വീണ്ടും ചാടാൻ പോവാ കേട്ടാ. പ്രാന്ത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ചില്ലറ പ്രാന്തൊന്നല്ലേ. ഓൾറെഡി എവിടൊക്കെ മുതിടിച്ചിട്ട് ഓൾറെഡി ഫുൾ എന്തൊക്കെ ആയിട്ടുണ്ട് മേലൊക്കെ. വേണ്ട നേ പോണു കേട്ടാ. സിമ്പിൾ, ഇത്ര ഉള്ളൂന്ന് അതാ പറഞ്ഞു കൊടുക്കുന്നു. ആളിൽ നിന്ന് ചിരിക്കുന്നു. ചാടിക്കോ, ഒന്നും നോക്കണ്ട, ചാടിക്കോ. Be careful, hey bro. Be careful. Yeah, he will do. Wow. Yay, he made it. അടിപൊളി. അവൻ എത്ര വട്ടം ചാടാൻ അറിയാം. ഇതിപ്പോ ആൾക്ക് കമ്പനി കൊടുക്കാൻ വേണ്ടി മാത്രം വന്നതാ. ഞാൻ തിരിച്ചു കയറണം.
ഇത് ഈ താഴേന്ന് മുകളിലേക്ക് കയറണം, എന്നിട്ട് വേണം ചാടാൻ. വീണ്ടും താഴേക്ക് ഇറങ്ങും, വീണ്ടും മുകളിലേക്ക് ചാടും. ഇത് തന്നെയാ പണി. മതി, നിർത്താം അവന്റെ. ഓൺ. Yep. ഞാൻ അവനെ ക്യാരി ചെയ്യാൻ വേണ്ടി പോവാ. Come, you give me your legs here. Yeah. Okay, Oh, she's strong. no, you're not heavy. Actually, it's very strong, eh? ഇവനൊരു 60 കിലോ ഉണ്ടാവും. Maybe he's 60, right? Yes, yeah. High 60s, 70. തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ചേരല്ല അവനെടുത്ത് നടന്ന്, അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് കയറുന്നത്. Now we are heading to Flick and Flack. It's a beach? Yeah, Flick and Flack beach. okay. In the Flick south, and Flack. I think. Yeah. South? Is it Southwest. Southwest. South yeah. west. Yeah, southwest. ഓക്കെ. ഇവിടെ ഇങ്ങനെയാണ് സൗത്ത് വെസ്റ്റ്, ഈസ്റ്റ്, നോർത്ത് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. സോ ദിസ് ഇസ് This is Minisi Falls. നോ ബട്ട് വെസ്റ്റ് ഓർ ഈസ്റ്റ് ഓർ Right now we are west. Yeah, west. ഓക്കെ. ഇപ്പൊ വെസ്റ്റിൽ നമ്മൾ സൗത്ത് വെസ്റ്റിലേക്ക് പോകുന്നു. വേർ ഐ എം സ്റ്റേയിങ്. I'll be on west. West. Southwest, I guess. Yeah. സൗത്ത് വെസ്റ്റ്. ഓക്കെ. Everything is just southwest. Yeah, you said only south west. എന്ത് പറഞ്ഞാലും സൗത്ത് വെസ്റ്റ്. ഓക്കെ, അപ്പൊ നമ്മള് ഫ്ലിക്ക് ആൻഡ് ഫ്ലാഗ്. Flick and Flack, yeah. We've got a surprise for you in Flick and Flack, eh? Yeah. There's a little surprise in Flick യെസ്. അപ്പൊ നമുക്ക് അവിടെ കാണാം. Yeah. എന്ത് ബ്യൂട്ടിഫുൾ ആ നോക്ക്. റോഡും ഈ മലയും എല്ലാം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അടിപൊളിയാണ്. നമ്മളിതാ തിരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതേപോലെ ഏതൊക്കെയോ ഇങ്ങനത്തെ മൗണ്ടെയിൻസ് ഒക്കെ നമുക്ക് ട്രക്ക് ചെയ്യാനൊക്കെ പറ്റും. അത് ഏതൊക്കെയോന്ന് കണ്ടുപിടിച്ചിട്ട് അതെല്ലാം ട്രക്ക് ചെയ്യണം കേട്ടോ അടുത്ത ദിവസങ്ങളിൽ. നൈസാണ്. ഈ വഴിയെല്ലാം പോകുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് എന്താ അറിയോ, തായ്ലൻഡോ വിയറ്റ്നാമോ അതേപോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടാ. കണ്ട റോഡാണെങ്കിലും പിന്നെ ആ ഒരു ഇത് കണ്ട, നമ്മളിങ്ങനെ തായ്ലൻഡിൽ വിയറ്റ്നാമിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഐലൻഡ്സ് ഉണ്ടാവും. അപ്പോൾ ആ ഐലൻഡ്സിലൊക്കെ ഇങ്ങനെ ഇതേപോലത്തെ സംഭവം സെയിമാ. ഇതേ ട്രോപ്പിക്കൽ വെതറും സെയിം ആ ഒരു സംഭവം എനിക്ക് അതേപോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അവിടത്തെക്കാളും കുറച്ചും കൂടെ നീറ്റ് ആൻഡ് ക്ലീനും കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവിടെ എനിക്ക് തോന്നുന്നത്. You ever been to Thailand or Vietnam? No. Then how you know? Photos. Photos, okay. Okay. ഞാൻ അവനോട് പറഞ്ഞപ്പോ അവൻ പറഞ്ഞ ശരിയാന്ന്. You been to there? No? Google. Okay. Cool. നമ്മളിപ്പോ കാറിൽ കയറി ഇതേ ബീച്ചിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ചെറിയൊരു ട്രാഫിക് കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പതാ നേരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മള് ഡ്രസ്സ് പോലും മാറ്റിയിട്ടില്ല. ബേബി സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം.